തിരുവനന്തപുരം നഗരസഭാ മേയറുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും പാർട്ടി മറുപടി പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കടിഞ്ഞാണിടും. അത് നഗരസഭയിൽ നമ്മുടെ ജനപ്രതിനിധികളോട് ഇതേ അവസ്ഥയിലാണ് പെരുമാറുന്നത്. ഇതവരുടെ സ്ഥിരം ശൈലിയാണ്, അവരുടെ പാർട്ടി പഠിപ്പിച്ച ശൈലിയാണെന്നാണ് തോന്നുന്നത്. സാധാരണക്കാരന്റെ കൂടെ അല്ല പോലീസും ഭരണകൂടവും അല്ല എന്നുള്ളതിന് ഇതിൽ കഴിഞ്ഞ് എന്താ ഉദാഹരണം വേണ്ടത്? ഡ്രൈവർ കൊടുത്ത പരാതിക്ക് ഒന്ന് പോലീസ് വിളിച്ച് ഒരു മൊഴിയെടുക്ക പോലും ചെയ്തിട്ടില്ലല്ലോ. നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായ യദുവും കഴിഞ്ഞ ദിവസം നടു റോഡിൽ വാക്ക് തർക്കം ഉണ്ടായിരുന്നു. ഇത് ഏറെ ചർച്ചാ വിഷയമായ സാഹചര്യത്തിൽ ഇന്ന് നഗരസഭ കൗൺസിൽ യോഗം ചേരുകയാണ്. ഈ കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിഷേധമാണ് BJP കൗൺസിലർമാർ ഉയർത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ BJP കൗൺസിലർമാർ നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭാ മേയറുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും പാർട്ടി മറുപടി പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കടിഞ്ഞാണിടും. അതിനൊരവസ്ഥ വിദൂരമല്ല. അത് മേയർ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. ഈ മേയറുടെ ഈ ഒരു പ്രവൃത്തി എങ്ങനെ? മേയറുടെ സ്ഥിരം ശൈലിയാണ് ഈ ഒരു ധാർഷ്ട്യം. അത് നഗരസഭയിൽ നമ്മുടെ ജനപ്രതിനിധികളോട് ഇതേ അവസ്ഥയിലാണ് പെരുമാറുന്നത്. ഒരു കത്ത് ഒപ്പിടാൻ പോയാൽ പോലും മുഖത്ത് നോക്കാത്ത ഒരു മേയറാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അത്യാവശ്യത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ മേയറെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ തികച്ചും ഈ മേയർ സ്ഥിരം ശൈലി തന്നെയാണ് അവിടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള KSRTC ജീവനക്കാരനോട് കാണിച്ചിട്ടുള്ളത്. ഇത് സ്ഥിരമായിട്ടുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇത് അവരുടെ സ്ഥിരം ശൈലിയാണ്, അവരുടെ പാർട്ടി പഠിപ്പിച്ച ശൈലിയാണെന്നാണ് തോന്നുന്നത്. നഗരസഭയുടെ ഓരോ വരുന്ന ആളുകളോട് പോലും, അല്ലെങ്കിൽ ജനപ്രതികളോട് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള, ഇപ്പം നേരത്തെ നിങ്ങൾ ഇവിടെ കണ്ടു ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത് നഗരസഭയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ആളുകളോട് പോലും പെരുമാറുന്ന രീതി നിങ്ങൾ കണ്ടത്. അതേപോലെ തന്നെയാണ് മേയർ ഒരു പദവി, മേയർ എന്നൊരു പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു KSRTCയിൽ ആ പാവപ്പെട്ട ജീവനക്കാരനോട് പെരുമാറിയത്. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് സ്ഥിരം ശൈലി തന്നെയാണ്. ഈ ആര്യ രാജേന്ദ്രൻ്റെയും ഭർത്താവിൻ്റെയും പ്രവൃത്തിയെ BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് വളരെ നീചമായ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ജനാധിപത്യ രീതി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, രണ്ടുപേര് ജനപ്രതിനിധികളാണ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഈ പക്വത കാണിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഒരു KSRTC ഡ്രൈവർ തെറ്റായ കീഴ്വഴക്കം നടത്തിയെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യാം, അതിൻ്റെ MDയോട് റിപ്പോർട്ട് ചെയ്യാം, അവരുടെ ഭരണകൂടമാണ് ഇരിക്കുന്നത്, അവരുടെ മന്ത്രിയോട് പറയാം, അല്ലെങ്കിൽ പരാതി മേയർ എന്ന നിലയ്ക്ക് പരാതി കൊടുക്കാം. ഒരു മേയർ ഒരു സാധാരണ ഒരു ഗുണ്ടകൾ ചെയ്യുന്ന പോലെ പോയൊരു വാഹനം തടഞ്ഞിട്ട് വാഹനത്തിലെ ഡ്രൈവറെ നട റോഡിൽ വെച്ച് മര്യാദ പഠിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ കേൾവിയില്ലാത്തൊരു കാര്യമാണ്. അത് അങ്ങേയറ്റ അപലപനീയമാണ്. ഞങ്ങളതിനെ ഏതറ്റം വരെ എതിർക്കും. അടുത്ത കൗൺസിൽ യോഗത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ നഗരത്തിൻ്റെ മാതാവെന്ന നിലയ്ക്ക് മേയറുടെ ഭാഗത്തുണ്ടായാൽ ഇനിയും ഞങ്ങൾ ശക്തമായി എതിർക്കും. ഈ യുവാവിൻ്റെ പരാതിയിൽ ഇതുവരെ പോലീസ് നടപടിയെടുത്തില്ല. അതെങ്ങനെയാണോ? ഒരു സാധാരണക്കാരൻ പരാതി കൊടുത്താൽ CPM നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ്റെ പോലീസ് ആ സാധാരണക്കാരൻ്റെ പരാതി സ്വീകരിക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. സാധാരണക്കാരൻ്റെ കൂടെ അല്ല പോലീസും അതുപോലെ തന്നെ ഭരണകൂടവും അല്ല എന്നുള്ളതിന് ഇതിൽ കഴിഞ്ഞ് എന്താ ഉദാഹരണം വേണ്ടത്? ഒരു സാധാരണ താൽക്കാലിക ജീവനക്കാരൻ അവൻ്റെ കുട്ടിയെ വളർത്താൻ, 11 വയസ്സായ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ, ആ സ്കൂളിലേക്കുള്ള ഒരുമിച്ചുള്ള ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ തത്രപ്പാടിൻ്റെ ജോലിയുടെ ഇടയ്ക്കാണ് ഇതുപോലുള്ള അധികാര കസേരയിലിരിക്കുന്ന ആളുകൾ നട റോഡിൽ തടഞ്ഞിട്ടുകൊണ്ട് ഇത്തരം നീചമായ പ്രവൃത്തി ചെയ്യുകയും ആ പ്രവൃത്തിയെ പോലീസും ഗവൺമെൻറ്റും അനുകൂലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് ഹൈക്കോടതി പോകേണ്ടി വന്നത്. ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ള വെറും ആരോപണം മാത്രമാണ്. അതിലൊക്കെ പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ്. കാരണം ബസ്സിൻ്റെ മുകളിലിരിക്കുന്ന ആളിന് കാറിൻ്റെ താഴെ ഇരിക്കുന്ന ആളെപ്പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. അത് ഞാനും നിങ്ങളും ആരിരുന്നാൽ പോലും ഇത്രയും ഹൈറ്റുള്ള ബസ്സിൻ്റെ മുകളിലിരുന്നുകൊണ്ട് ഡോർ അടച്ചിരിക്കുന്ന കാറിൻ്റെ ഉള്ളിൽ ആരിരിക്കണമെന്ന് അറിയില്ല. അത് അവസാനം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായി അതിനെ കാണുന്നു എന്നാണ്. ഉപയോഗിച്ചാൽ പിടിച്ചു നിൽക്കാം എന്ന് കരുതുകയാണ്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. തീർച്ചയായിട്ടും പാവപ്പെട്ട ജനങ്ങൾ പൊറുതിമുട്ടി കഴിയുന്നു. അവരെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുകയാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് കണ്ണീരൊഴിച്ചിട്ട് പോയി. എന്താണ്? KSmart എന്ന് പറയുന്ന ഒരു ആപ്പ് ജനുവരി 1-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ പാവപ്പെട്ട ആളുകൾക്ക് ഇത് കിട്ടുന്നില്ല. KSmartൻ്റെ ആപ്പ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല. ഈ പരാതി ഞങ്ങൾ ഉൾപ്പെടെ കൗൺസിൽ ഉന്നയിച്ചു. ഇവിടെ അദ്ദേഹത്തിൻ്റെ റേഷൻ കാർഡിൽ പേര് മാറ്റാൻ ഒരു RC കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. ആ മനുഷ്യൻ ഇവിടെ വന്ന് വാവിട്ട് കരയുകയാണ്.
ഇതാണ് കേരളത്തിലെ ജനം മുഴുവൻ, തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ ഇവരെ അധികാരത്തിൽ കയറ്റി എന്ന ആ ഒരു പാപം ചെയ്തതിൻ്റെ പേരിൽ അവർ പുറമേ കരഞ്ഞും വോട്ട് കൊണ്ട് പ്രതികരിച്ചും വാഗൊണ്ട് പ്രതികരിച്ചും നാട്ടിലെ ജനങ്ങൾ കഴിയാണ്. ഇത് അവസാനത്തെ ഭരണമാണ്. മേയറുടെയും MLA-യുടെയും ഈ ഒരു പ്രവൃത്തിയെ അധികാര പൊങ്കിൻ്റെ ഒരു വശമായുള്ളത്. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ഇത്തരം ആൾക്കാർ ജനങ്ങളോട് വളരെയധികം മാന്യമായ പെരുമാറ്റവും അവരോട് അത്തരത്തിൽ പെരുമാറേണ്ട ആൾക്കാർ തന്നെ അഹങ്കാരവും ധിക്കാരവും ഒക്കെ കാണിച്ച് അധികാരത്തിൻ്റെ ഗർവിൽ കാണിക്കുന്ന ഇത്തരം സമീപനങ്ങൾ ജനങ്ങളോട് നടത്തുന്ന വലിയ വെല്ലുവിളിയാണ്. ജനങ്ങളോട് കാണിക്കുന്ന വലിയ വെല്ലുവിളിയും അവരോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രൻ്റെ ഈ ഭർത്താവെന്ന് പറയുന്ന സച്ചിൻ ദേവും കാണിച്ചത് വളരെയധികം ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ്, ജനങ്ങളോട് കാണിക്കുന്ന അഹങ്കാരമാണ്. അവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. അതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. BJP കൂടുതൽ സമരമുറയൊക്കെ തീർച്ചയായിട്ടും നാളെ അവധി കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി BJP മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പാർട്ടി ഇടപെട്ട് CPM-ൻ്റെ നേതാക്കന്മാർ ഇടപെട്ട് ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുള്ള തെറ്റാണ് എന്ന് പാർട്ടി അവരെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം അവർ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ വരും നാളുകളിൽ BJP വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും. ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ള ആരോപണമൊക്കെ ഉയർന്നു. എന്ത് ലൈംഗിക ചേഷ്ട കാണിച്ചു? അങ്ങനെ KSRTC ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചാൽ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം അവർക്കിവിടെ നിയമ സംവിധാനമില്ലേ? ഒരു പരാതി കൊടുത്താൽ പോരെ? അല്ലാതെ അതിനെ ചോദ്യം ചെയ്യാൻ സ്വന്തം വന്ന ഒരു പ്രൈവറ്റ് വാഹനം ആ പറയുന്ന KSRTC വാഹനത്തെ തടസ്സപ്പെടുത്തി അതിനകത്തിരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് അവരെ അവിടെ വന്ന് ഇറക്കി വിട്ട് ആരാണ്ടൊരാൾ ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്തതിനെ വളരെ ബലാത്കാരമായിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് എന്ത് അഹങ്കാരമാണ്? അപ്പോൾ ഇവിടെ പോലീസിനെയും നിയമ സംവിധാനത്തെയൊക്കെ വെല്ലുവിളിക്കുകയല്ലേ അവർ ചെയ്തിരിക്കുന്നത്? അത് ഡ്രൈവറുടെ കേസിൽ ഇപ്പോൾ നടപടി എടുക്കുകയും ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ അവരുടെ അധികാരം ഉപയോഗിച്ച് സാധാരണപ്പെട്ടവൻ്റെ ശബ്ദം അടയ്ക്കുന്ന രീതിയിലാണ്. അവൻ കൊടുത്ത പരാതി, ആ ഡ്രൈവർ കൊടുത്ത പരാതിക്ക് ഒന്ന് പോലീസ് വിളിച്ച് ഒരു മൊഴിയെടുക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. വേറെ ഏതെങ്കിലും സാധാരണപ്പെട്ട ആൾക്കാരായിരുന്നെങ്കിൽ ചെയ്യില്ലായിരുന്നോ? ഇവിടെ മേയർ ആ സമയത്ത് മേയറുടെ പദവി ഉപയോഗിച്ച കാറിലോ അല്ലെങ്കിൽ അങ്ങനെ പദവിയൊന്നും പറഞ്ഞല്ലല്ലോ വന്നത്. അവരൊരു സ്വകാര്യ വാഹനത്തിൽ വന്നു. അവർ കൊടുത്ത പരാതി എടുത്തു. എന്തുകൊണ്ട് ആ ഡ്രൈവർ കൊടുത്ത പരാതി എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല? ഇത് അധികാരം ഉപയോഗിച്ചുള്ള ഒരു പോലീസിനെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യദുവിന് നീതി ലഭിക്കും വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി BJP മുന്നോട്ട് പോകും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.